തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിൽ മറുപടിയുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കരട് പട്ടികയുടെ പകർപ്പും അന്തിമ വോട്ടർ പട്ടികയുടെ പകർപ്പും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയിരുന്നതാണെന്നും അന്ന് പരാതി ഉയർന്നില്ല എന്നും വിശദീകരണം. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഇതിപ്പോൾ വലിയ ചർച്ചയായി മാറുന്നുണ്ട്. നേതാക്കളുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു. VS സുനിൽകുമാറിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അതിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ ഇതുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളും തുടങ്ങി എന്തെല്ലാം തൃശൂർ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ അവയെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിന്റെ ടൈം ലൈൻ പ്രകാരം, അതായത് 2023 ഒക്ടോബറിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാകുന്നു. അതിനുശേഷം അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സൗജന്യമായി നൽകുന്നു. അതിനുശേഷം ലഭിച്ച പരാതികൾ അത് പരിശോധിച്ച് അതിൽ തീർപ്പ് കൽപ്പിക്കുന്നു. അതിനുശേഷം 2024 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. അതിനുശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സൗജന്യമായി വിതരണം ചെയ്ത ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കുന്നു. യോഗം വിളിച്ചപ്പോഴും ആരും പരാതികൾ പറഞ്ഞില്ല. അതിനുശേഷം വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷവും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു. അപ്പോഴും ഒരു പരാതിയും ഉയർന്നില്ല. ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ ആ ഘട്ടങ്ങളിൽ അറിയിക്കാമായിരുന്നു. പക്ഷെ അത്തരത്തിൽ പരാതികളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകേണ്ടതായിരുന്നു. എന്തായാലും അതും ഉണ്ടായിട്ടില്ല. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ വിശദീകരിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.